ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഡിവോഴ്സിന് ശേഷം നിധി കിളിക്കൂട്ടിൽ നിന്നും ദിവ്യ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് പോകുകയും സുധീഷിന് ആക്സിഡന്റ് പറ്റിയെന്നറിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയുമാണ്. സുധീഷിന്റെ അവസ്ഥ കണ്ട് നിധി വല്ലാതെ വിഷമിക്കുകയും നിധി കിളിക്കൂട്ടിലേക്ക് മടങ്ങി വരണമെന്ന് ഹരീഷും സുഭാഷും അപേക്ഷിക്കുകയുമാണ്. തുടർന്ന് ഹോസ്പിറ്റലിൽ തനിച്ചിരിക്കുന്ന നിധി ഓർക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷ് തന്റെ കഴുത്തിൽ താലി കിട്ടിയതും പിന്നീട് നിധിക്ക് എന്ത് പ്രശ്നം വന്നാലും നിധി വിഷമിക്കണ്ട, നിധിയുടെ കൂടെ ഞാനില്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. തുടർന്ന് നിധിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സുധീഷ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വാങ്ങിച്ചു കൊടുത്തതും ലാപ്ടോപ്പ് നഷ്ടപ്പെട്ട് ഓഫീസിൽ പ്രസന്റേഷൻ നടത്താനാകാതെ വിഷമത്തോടുകൂടി നിന്നപ്പോൾ ആ ലാപ്ടോപ്പുമായി സുധീഷ് അവിടെ കൂടി വന്നതും നിധിക്ക് ആത്മവിശ്വാസം കൊടുത്തതും ദിവ്യയുടെയും ഫ്രണ്ടിന്റെ ഒപ്പം ബിസിനസ് ചെയ്യാനായി തോമസ് ഏട്ടന്റെ ഓഫീസിൽ നിന്നും പണം മോഷ്ടിച്ചുകൊണ്ട് വന്ന് കൊടുത്തതും അതിന്റെ പേരിൽ പോലീസുകാർ തല്ലിയതും സുധീഷിന്റെ കൈയും പിടിച്ച് റോഡിലൂടെ നടന്നതുമെല്ലാം ഓർക്കുകയാണ് നിധി. തുടർന്ന് കോഫിയുമായി അരികിലേക്ക് വന്ന ദിവ്യ ചോദിക്കുന്നു, നിധി നീ എന്താ ആലോചിക്കുന്നത്? അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ദിവ്യ. സുധീഷ് എനിക്ക് ചെയ്തതെല്ലാം മറക്കാൻ പറ്റില്ല. സുധീഷ് എന്ത് റീസൺ പറഞ്ഞാലും ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ കള്ളം പറഞ്ഞ് കല്യാണം കഴിക്കുന്നത് വലിയ തെറ്റല്ലേ? എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് സുധീഷ് അങ്ങനെയൊക്കെ ചെയ്തെന്നാ പറയുന്നത്. അതെനിക്കൊരു കാരണമായി തോന്നുന്നില്ല. ആ സിറ്റുവേഷനിൽ ഞാൻ വീക്ക് ആയിരിക്കുകയാണെന്ന് മനസ്സിലാക്കി സുധീഷ് അത് ഉപയോഗിക്കുകയായിരുന്നു. തെറ്റ് ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധം അല്പം പോലും സുധീഷിനില്ല. ഞാൻ കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ അതെ, കള്ളം പറഞ്ഞ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. അതെങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും? പക്ഷെ ഈ കാരണം കൊണ്ട് മാത്രം എനിക്ക് സുധീഷിനെ വെറുക്കാനും പറ്റുന്നില്ല. ആ വീട്ടിലേക്ക് ഞാൻ വന്നതിന് ശേഷം എനിക്ക് വേണ്ടി എന്തെല്ലാം നല്ലതുകൾ ചെയ്തു അതെല്ലാം എന്റെ മനസ്സിലുണ്ട്. സുഭാഷേട്ടനും ഹരീഷും എന്റെ അടുത്ത് വന്ന് സുധീഷിനോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അവരോട് ഞാൻ എന്തു പറയും? ഇന്നലെ രാത്രി ഈ സമയത്ത് സുധീഷിന്റെ ഒപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ കൺഫ്യൂഷനിലാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് സുധീഷിനെ വേണ്ടാന്ന് വെച്ച് പോയത് ശരിയാണോന്നും അറിയില്ല. ഇത് കേട്ട് ദിവ്യ പറയുകയാണ്, നിധി നീ ഒന്ന് റിലാക്സ് ആക. ഉടനെ നീ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. ഒരേ സമയത്ത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാൽ സ്ട്രെസ് കൂടത്തേ ഉള്ളൂ. അപ്പൊ നിധി പറയുകയാണ്, സുധീഷിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയടി. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സുധീഷിന് സംഭവിക്കില്ലായിരുന്നു എന്ന് തോന്നുകയാ. അപ്പൊ ദിവ്യ ചോദിക്കാണ്, അതും ഇതുമായി എന്ത് ബന്ധമാണ് നിധി? നീ സാവധാനം ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക്. ഉടനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. നീ ആദ്യം കോഫി കുടിക്ക്. തുടർന്ന് ക്ഷീണത്തോടു കൂടി കിടക്കുന്ന സുധീഷിന്റെ അരികിലിരിക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും തോമസ് ഏട്ടനുമെല്ലാം. റൂമിലേക്ക് വന്ന നിധി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സുധീഷിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, സുധീഷെ ഞാൻ സുധീഷിന് 6 മാസത്തെ സമയം തരാം. ഇത് കേട്ട് എല്ലാവരും സമാധാനത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. നിധി പറയുന്നു, ഈ 6 മാസത്തിൽ സുധീഷ് എന്നോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ ഞാൻ. നികേഷ് ചോദിക്കുന്നു, അപ്പൊ ഏട്ടത്തി വീട്ടിലേക്ക് മടങ്ങി വരുമോ? ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, അതേ ചോദ്യം തന്നെയാണ് നിധി എനിക്കും. നിധി തിരിച്ച് വീട്ടിലേക്ക് വരുമോ? ഇങ്ങനെയൊരു അവസ്ഥയിൽ എന്നെ വിട്ട് പോകില്ലല്ലോ. നിധി പറഞ്ഞ ആ 6 മാസത്തെ സമയം എനിക്ക് ഓക്കെയാണ് നിധി. ആ 6 മാസത്തില് ഞാൻ നിധിയോട് സംസാരിക്കരുതെന്ന് പറഞ്ഞാലും ഓക്കെയാ. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ നിധി. പക്ഷെ ദയവ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം. ഇത് കേട്ടൊന്ന് ആലോചിച്ച് നിധി പറയുന്നു, ഞാൻ വീട്ടിലേക്ക് വരാം. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ നിധി പറയുകയാണ്, പക്ഷെ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കില്ല. എന്നെ ഓഫീസിൽ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ ഇനി ആ വീട്ടില് ഒരു പേയിങ് ഗസ്റ്റിനെ പോലെ താമസിക്കും. സുഭാഷ് ചേട്ടന് ഓക്കെ അല്ലേ? ഓക്കെ മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി എല്ലാവരെയും നോക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, ഹരീഷ് നികേഷ് പറയടാ. അവർ പറയുന്നു, ഞങ്ങൾക്ക് ഓക്കെയാ, ഏട്ടത്തി വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ മതി. ഈ സമയം ഭാസ്കരനും അവിടേക്ക് വരികയാണ്. അപ്പൊ നിധി പറയുന്നു, ഈ 6 മാസത്തിനുള്ളിൽ ഞാൻ സുധീഷിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കാൻ പാടില്ല. ഒരുപക്ഷെ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് ജീവിക്കാം. ഇത് കേട്ട് വളരെ സന്തോഷത്തോടുകൂടി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് സുധീഷ് ചോദിക്കുകയാണ്, നിധി പറഞ്ഞത് സത്യമാണോ? എല്ലാവരും ഞെട്ടി സുധീഷിനെ അടിമുടി നോക്കുകയാണ്. കൈയും കാലും ഒക്കെ ഒടുങ്ങി കിടന്നിരുന്ന സുധീഷ് വളരെ സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് എല്ലാവരും വിശ്വസിക്കാനാകാതെ മുഖത്തോട് മുഖം നോക്കുന്നു. നിധിയും അമ്പരന്ന് നിൽക്കുകയാണ്. തോമസ് ഏട്ടൻ ടെൻഷനോടുകൂടി നിൽക്കുന്നു. സുധീഷ് പറയുന്നു, ഞാൻ ഉറപ്പായിട്ടും നിധിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചോളാം. നിധി വേണമെങ്കിൽ നോക്കിക്കോ, 6 മാസം കഴിയുന്നതിന് മുമ്പേ നിധിക്ക് എന്നെ ഇഷ്ടപ്പെടും. തോമസ് ഏട്ടൻ തോളിൽ തട്ടി പതിയെ പറയുന്നു, എടാ സുധീഷ് ഇതെല്ലാം സെറ്റപ്പ് ആയിരുന്നു എന്ന് ഇപ്പൊ കണ്ടുപിടിക്കോടാ. ഇത് കേട്ട് ഞെട്ടി സുധീഷ് നിധിയെ നോക്കുമ്പോൾ തോമസ് ഏട്ടൻ പറയുന്നു, ഇങ്ങനെ തന്നെ റിവേഴ്സ് ഗിയർ ഇട്ട് ബോഡി പാർക്ക് ചെയ്തോ. പെട്ടെന്ന് അയ്യോ അമ്മയെന്ന് വിളിച്ച് ഉറക്ക കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടക്കുകയാണ് സുധീഷ്. നിധിയും മറ്റെല്ലാവരും വളരെ ദേഷ്യത്തോടുകൂടി സുധീഷിനെ തന്നെ നോക്കി നിൽക്കുന്നു. കരഞ്ഞുകൊണ്ട് സുധീഷ് പറയുകയാണ്, അയ്യോ അമ്മേ വേദനിക്കുന്നേ, എടാ ആ തലയിണ നേരെ വെക്കടാ. ഇത് കേട്ട് നികേഷ് തലയിണ നേരെ വെച്ച് കൊടുക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് എഴുന്നേറ്റ് നിന്നില്ലേ? നികേഷ് ചോദിക്കണ്ട, സുധീഷേട്ടൻ എങ്ങനെ ഇപ്പൊ എഴുന്നേറ്റ് നിന്നേ? ഒന്ന് മതിരെ. സുധീഷ് പറയുകയാണ്, നിധി പറയുന്നത് കേട്ട് സന്തോഷം കൊണ്ട് അറിയാതെ എഴുന്നേറ്റ് പോയതാടാ. ഇപ്പോഴാടാ വേദന അറിയുന്നത്. അയ്യോ അമ്മേ വേദന സഹിക്കാൻ പറ്റുന്നില്ലേ? ഇത് കേട്ട് നിധി വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോളെ
മോളെ എനിക്ക് തുടക്കം മുതലേ ഇവനെ സംശയമായിരുന്നു. ഇങ്ങനെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ടും മുഖത്തൊരു വേദനയും കണ്ടില്ലായിരുന്നു. ഈ ആശുപത്രി മുഴുവൻ ഞാൻ ചുറ്റിക്കറങ്ങിയിട്ടാ വരുന്നത്. ഒരു ഡോക്ടറെ പോലും ഞാൻ കണ്ടില്ല. ലക്ഷണമൊക്കെ കണ്ടിട്ട് ഈ ഹോസ്പിറ്റൽ ഷൂട്ടിങ്ങിന് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്കിവൻ അഭിനയിക്കുകയാണെന്നാ തോന്നുന്നേ. മോളെന്നാ പരിശോധിച്ച് നോക്ക്, ശരിക്കും ഇവൻ ആക്സിഡന്റ് പറ്റിയതാണോ എന്ന്. ഇത് കേട്ട് സുധീഷ് ടെൻഷനോട് കൂടി നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷിന് ആക്സിഡന്റ് പറ്റിയെന്നാ കള്ളം പറഞ്ഞതാണോ? സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇത്? എനിക്ക് സത്യമായിട്ട് ആക്സിഡന്റ് പറ്റിയതാ. അയ്യോ വേദനിക്കുന്നേ, വല്ലാതെ വേദനിക്കുന്നു. നിധി പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരാന്ന് പറഞ്ഞപ്പോൾ ഈ വേദനയൊക്കെ മറന്ന് ഞാൻ എഴുന്നേറ്റ് നിന്നതാ. ഇപ്പൊ ശരിക്കും വേദനിക്കുന്ന നിധി. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടാ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഡോക്ടറെ കണ്ടില്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇല്ല മോളെ ഡോക്ടറെ കണ്ടില്ല. ഹരീഷ് കണ്ടായിരുന്നോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇല്ല ഞാനും കണ്ടില്ല. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, മോളെ ഞാൻ പറഞ്ഞത് സത്യോ? ഞാൻ ഈ ഹോസ്പിറ്റൽ മുഴുവൻ ചുറ്റി കറങ്ങിയിട്ടാ വരുന്നത്. ഞാൻ ഇതുവരെ ഒരു ഡോക്ടറെ പോലും കണ്ടില്ല. ഇത് കേട്ട് ടെൻഷനോട് കൂടി ആലോചിച്ച് കിടക്കുകയാണ് സുധീഷ്. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ, അയ്യോ അമ്മേ എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഉറക്കെ കരയുകയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു, സുധീഷേ എന്നോട് വീണ്ടും കള്ളം പറയുകയാണോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അയ്യോ അല്ല നിധിക്ക് എന്നെ വിശ്വാസമില്ലേ? അപ്പൊ നിധി പറയണ, സുഭാഷേട്ടാ എനിക്ക് സുധീഷിനെ വിശ്വാസമില്ല. എന്തോ നാടകം കളിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നേ. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുകയാണ്, എടാ എന്താടാ ഇത്? നീ കള്ളം പറഞ്ഞതാണോ? പറയടാ, നീ കള്ളം പറയുന്നതാണോ അതോ ശരിക്കും ആക്സിഡന്റ് പറ്റിയതാണോ? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ സത്യമായിട്ടും എനിക്ക് ആക്സിഡന്റ് ആയതാ. ദേ ഈ അടിയൊക്കെ ശരിക്കുള്ള അടിയാ. സുഭാഷേട്ടന് വിശ്വാസം ഇല്ലെങ്കിൽ ഓണറിനോട് ചോദിച്ചു നോക്ക്. ഇത് കേട്ട് തോമസ് ഏട്ടൻ ടെൻഷനോട് കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, പറ തോമസ് ഏട്ടാ. അപ്പൊ സുഭാഷ് ചോദിക്കുകയാണ്, തോമസ് ഏട്ടാ എന്താ ഇതെല്ലാം? അപ്പൊ തോമസ് ഏട്ടൻ പറയണ, അത് സുധീഷ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനുണ്ടായിരുന്നു. ഞാൻ പുറത്തു പോയി സംസാരിച്ചിട്ട് വരാമേ. കയ്യിൽ പിടിച്ച് സുധീഷ് ഉറക്കെ പറയുകയാണ്, തോമസ് ഏട്ടാ പറഞ്ഞിട്ട് പോ. തോമസ് ഏട്ടൻ ടെൻഷനോട് കൂടി എല്ലാവരെയും നോക്കുമ്പോൾ സുധീഷ് പതിയെ പറയുന്നു, പ്ലാൻ ഒക്കെ പറഞ്ഞു വന്നിട്ട് എസ്കേപ്പ് ആകാൻ നോക്കുകയാണല്ലേ? ഏത് കേട്ടാ നിധി ചോദിക്കണം, പ്ലാനോ? എന്ത് പ്ലാനാ? പ്ലാൻ ഒന്നും ഇല്ലാന്ന് സുധീഷ് ടെൻഷനോട് കൂടി പറയുമ്പോൾ വിരൽ ചൂണ്ടി നിധി ചോദിക്കുന്നു, സുധീഷ് ഇതൊക്കെ പ്ലാൻ ആയിരുന്നോ? അപ്പൊ സുധീഷ് പറയണ, അല്ല നിധി ഞാൻ പറഞ്ഞത് നിധിയുടെ ചെവിയിൽ അങ്ങനെയാണോ കേട്ടെ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷ് സത്യം പറയടാ, ഇതൊക്കെ നീ പ്ലാൻ ചെയ്തതാണോ? പറയടാ. സുധീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇത്? ഞാൻ അങ്ങനെ ചെയ്യുവോ? ഈ സമയം തോമസ് ഏട്ടൻ പതിയെ പുറത്തേക്ക് പോകാനായി ശ്രമിക്കുകയാണ്. ഷർട്ടിലേക്ക് പിടിച്ച് തടങ്ങിക്കൊണ്ട് ഭാസ്കരൻ പറയുന്നു, എങ്ങോട്ടായി പോകുന്നേ? സത്യം പറഞ്ഞിട്ട് പോയാ മതി. എന്താ നടന്നത്? സുധീഷ് ടെൻഷനോടുകൂടി ഭാസ്കരനെയും തോമസ് ഏട്ടനെയും നോക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, ഇതൊരു ഹോസ്പിറ്റൽ തന്നെയാണോ? അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, ഹോസ്പിറ്റലാ? സത്യം പറയുന്ന ഭാസ്കരൻ പറയുമ്പോൾ തോമസ് ഏട്ടൻ പറയുകയാണ്, ഹോസ്പിറ്റൽ പോലെ തന്നെ, പക്ഷേ ഹോസ്പിറ്റൽ അല്ല. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, ഹോസ്പിറ്റൽ അല്ലെന്നോ? ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് ഭാസ്കരൻ തോമസ് ഏട്ടനോട് പറയുമ്പോൾ തലയിൽ കൈവച്ച് കിടക്കുന്ന സുധീഷിനോട് നിധി ചോദിക്കാണ്, സുധീഷ് എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്നെ വീണ്ടും ചതിക്കുകയായിരുന്നോന്ന്? അല്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ്, എന്നെ കണ്ട നിങ്ങൾക്ക് ഒരു മണ്ടിയെ പോലെ തോന്നുന്നുണ്ടോ? പറ സുധീഷ്, എന്നെ കണ്ടാൽ മണ്ടിയെ പോലെയാണോ തോന്നുന്നതെന്നോ? അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, മോളെ അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവനോട് മോക്ക് സിമ്പതി തോന്നാൻ വേണ്ടി ഞാനാ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഞാൻ ഇവനോട് പറഞ്ഞത് ഇത്രയും കെട്ടൊന്നും വേണ്ടാന്ന്. ഇവനാ ഇത്രയും കെട്ടുകളെല്ലാം കെട്ടിവെച്ചത്. അതുകൊണ്ടാ ഇപ്പൊ പിടിക്കപ്പെട്ടത്. ഹരീഷ് സുധീഷിന്റെ കാലിൽ പിടിച്ചു നോക്കുമ്പോൾ കരഞ്ഞോട് സുധീഷ് പറയുന്നു, എടാ ഹരീഷ് വേദനിക്കുന്നുടാ, കാലേന്ന് കൈ എടുക്കടാ. ഹരീഷ് ചോദിക്കാണ്, വേദനിക്കുന്നുണ്ടോ? കുറച്ച് സമയത്തിനുള്ളിൽ ശരിക്കും വേദനിക്കും. കൈ ഇങ്ങോട്ട് നടാന്ന് പറഞ്ഞ് കൈയിലെ കെട്ടഴിക്കുകയാണ് സുഭാഷ്. അയ്യോ വേദനിക്കുന്നേന്ന് പറഞ്ഞ് ഉറക്കെ കരയുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു, നീ ഒന്ന് അടങ്ങി കിടക്ക്, ഞങ്ങളൊന്ന് നോക്കട്ടെ. ശരിക്കുള്ള മുറിവിന് പോലും ഇത്രയും കെട്ട് കിട്ടില്ല. ഭാസ്കരൻ ചോദിക്കുന്നു, കെട്ടും കെട്ടി നാടകം കളിക്കുകയായിരുന്നല്ലേ? ഓണറുടെ നല്ല ഉപദേശം. കെട്ടെല്ലാം അഴിച്ചു നോക്കുമ്പോൾ സുധീഷിന്റെ കാലിലും കയ്യിലും നെറ്റിയിലും ഒന്നും മുറിവുകളില്ല. ഇതെല്ലാം കണ്ട് ഞെട്ടി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ് നിധി. എല്ലാവരും വളരെ ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, കണ്ടില്ലേ സുഭാഷേട്ടാ, ഇതാ സുഭാഷേട്ടന്റെ അന്യന്റെ സ്വഭാവം. ഇയാളെ സപ്പോർട്ട് ചെയ്താണോ സുഭാഷേട്ടൻ എന്നോട് സംസാരിച്ചേ? ദേഷ്യത്തോടുകൂടി സുധീഷിനെ തല്ലി സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഇത്? നീയൊന്നും ഒരിക്കലും നന്നാകില്ലേ? ഞാൻ പോവാ സുഭാഷേട്ടാന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഓടിച്ചെന്ന് വാതിലിന്റെ അരികിലേക്ക് നിന്ന് നിധിയെ തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു, നിധി പോകല്ലേ പ്ലീസ് നിധി. അപ്പൊ നിധി പറയണ, സുധീഷ് അങ്ങോട്ട് മാറി നിൽക്ക്. നിധി പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്ന സുധീഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയണ, മോള് പോകാൻ നോക്ക്. ഇവൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ഇവൻ ഒരിക്കലും മാറില്ല. ആക്സിഡന്റ് പറ്റിയെന്നറിഞ്ഞ് ഭയന്നാ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. അപ്പം അവൻ കാലിലും കയ്യിലും കെട്ടുകെട്ടി ഡ്രാമ നടത്തുകയായിരുന്നു. ഈ ആശുപത്രി കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ആദ്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാ ഇവന്റെ ആക്സിഡന്റ് കള്ളാണോ എന്ന് ഞാൻ സംശയിച്ചത്. ഫ്രോഡ്. സുധീഷ് വളരെ ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ നോക്കി പേടിപ്പിക്കുകയാണോ? ദേഷ്യത്തോടുകൂടി സുധീഷ് പറയുന്നു, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? വാ അടച്ച് മിണ്ടാതെ നിന്നോണം അവിടെ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഇടാന്ന് വിളിച്ച് സുധീഷിന്റെ കർണമുഖ ചടിക്കുകയാണ് സുഭാഷ്. ഭാസ്കരൻ ചോദിക്കുകയാണ്, എന്റെ മുഖത്ത് നോക്കി അവൻ സംസാരിക്കുന്നതൊക്കെ കേട്ടില്ലേ? തല്ലുകൊണ്ട് വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, നീ എന്താടാ ഈ പറയുന്നത്? എതിർത്ത് സംസാരിക്കുന്നോ? നീ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? അതിനെ ന്യായീകരിക്കുകയാണോ നീ? ഞാൻ പോവാ സുഭാഷിട്ടാ നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, പോ മോളെ. മുന്നിലേക്ക്
കയറി നിന്ന് കരഞ്ഞോണ്ട് സുധീഷ് പറയുന്നു നിധി പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. അപ്പൊ സുഭാഷ് പറയണം മാറി നിൽക്കടാ മോള് പോ. ഇനി മോള് ആ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഞാൻ മോളെ ശല്യം ചെയ്യില്ല, മോള് പോയിക്കോ. സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയണം സുഭാഷേട്ടാ അങ്ങനെ പറയല്ലേ. ദേഷ്യത്തോടു കൂടി സുധീഷിന്റെ കൈ തട്ടി മാറ്റി വിരൽ ചൂണ്ടി സുഭാഷ് പറയണം മിണ്ടരുത് നീ. നിന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഞാനും ഹരീഷും നിധിയോട് എത്ര നേരം സംസാരിച്ചെന്നറിയോ. ഞങ്ങൾ പറഞ്ഞതെല്ലാം പാവ നിധി കേട്ടോണ്ടിരുന്നു. അതിനുള്ള അർഹതയൊന്നും നിനക്കില്ലടാ. നിധി മോളെ നീ പൊയ്ക്കോ. മാറി നിൽക്ക് സുധീഷ് എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകാനായി ശ്രമിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കയറുന്നത് സുധീഷ് പറയുന്നു നിധി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് നിധി. എനിക്കിങ്ങനെ നാടകം കളിക്കാനല്ലാതെ വേറെ ഒന്നും തോന്നിയില്ല നിധി. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു നിധി. എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം പോലും തരാതെ ഡിവോഴ്സ് കിട്ടിയ ഉടനെ നീ അവിടുന്ന് പോയി. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നീ വരില്ല. എനിക്കിങ്ങനെ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോഴല്ലേ നിധി വന്നത്. പക്ഷെ എനിക്ക് ആക്സിഡന്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ നിധി ഓടി വന്നില്ലേ. അപ്പോ നിധിയുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമില്ലേ. പിന്നെ എന്തിനാ നിധി അത് മറച്ചു വെക്കുന്നേ. ഞാൻ ചെയ്തത് വലിയ തെറ്റാ. നിധിയെ എങ്ങനെ എന്റെ അടുത്തേക്ക് എത്തിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നുണ പറഞ്ഞു, ചതി ചെയ്തു, ഫ്രോഡാണ് എന്നൊക്കെ മാത്രമാണ് നീ ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ ഇതെല്ലാം നിനക്ക് വേണ്ടിയാണ് ചെയ്തത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നിധി ഞാൻ ഇത് ചെയ്തത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ചെയ്തത്. അതൊന്ന് മനസ്സിലാക്ക് നിധി. നിധി എനിക്ക് 6 മാസത്തെ സമയം തന്നില്ലേ. ആ സമയം എനിക്ക് തരണം. ഞാൻ നല്ലവനാണെന്ന് നിധിയുടെ മുന്നിൽ തെളിയിക്കാം. നിധി ചോദിക്കുന്നു 6 മാസോ? ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് അഭിനയിച്ച് എന്നെ ചതിച്ചില്ലേ. അതിനു മുമ്പേ പറഞ്ഞതല്ലേ അത്. ഇനി സുധീഷിന് ഞാൻ സമയം തരില്ല. മാറി നിൽക്ക് സുധീഷെ. കരഞ്ഞോണ്ട് സുധീഷ് പറയുന്നു നിധി പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മാറി നിൽക്ക് സുധീഷ് എന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് നിധിയുടെ കാല് പിടിച്ച് സുധീഷ് പറയുന്നു നിധി ഞാൻ നിന്റെ കാല് പിടിക്കുക. എനിക്ക് കുറച്ച് സമയം താ പ്ലീസ് നിധി. ഇത് കണ്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു എന്താ സുധീഷ് ഇത് എന്താ ഈ ചെയ്യുന്നേ. നിധിയുടെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് സുധീഷ് പറയണ നിധി പ്ലീസ് എനിക്ക് നിധി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ആ സമയം താ. അപ്പൊ നിധി ചോദിക്കണേ എന്താ സുധീഷ് ഇത്. സുഭാഷേട്ടാ ഒന്ന് പറ. സുധീഷ് എഴുന്നേൽക്ക്. എഴുന്നേൽക്കുന്നോ ഇല്ലയോ. അപ്പൊ സുഭാഷ് പറയണ സുധീഷ് എഴുന്നേൽക്കടാ. അപ്പൊ സുധീഷ് പറയണ ഞാൻ എഴുന്നേൽക്കില്ല. ഈ സമയം തോമസ് ഏട്ടൻ പതിയെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു എങ്ങോട്ടായി പോകുന്നേ. അവിടെ നിൽക്ക്. സുധീഷ് പറയണ നിധി തന്ന 6 മാസത്തെ സമയം അങ്ങനെ തന്നെ ഉണ്ടെന്ന് പറ. എങ്കിൽ മാത്രമേ ഞാൻ എഴുന്നേൽക്കൂ. എങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ഇരുന്നോ. ഞാൻ പോവാണെന്ന് പറഞ്ഞ് സുധീഷിനെ തള്ളി മാറ്റി നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് കരഞ്ഞോണ്ട് സുധീഷ് പറയുന്നു നിധി പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മാറി നിൽക്ക് സുധീഷ് എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ സുഭാഷേട്ട ഒന്ന് പറ. അപ്പൊ സുഭാഷ് പറയണ അങ്ങോട്ട് മാറി നിൽക്കടാ. ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ഞാനിപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്യണോ. നിനക്ക് ആക്സിഡന്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങൾ എല്ലാവരും പേടിച്ച ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. പാവം നിധി നിന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയവളാ. നിനക്ക് ആക്സിഡന്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ കരഞ്ഞോണ്ടാ ഓടി വന്നത്. ഇത്രയും നാളും നീ നിധിയോട് മാത്രമാണ് കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം കുടുംബത്തിലുള്ള എല്ലാവരോടും കള്ളം പറയാൻ തുടങ്ങിയോ. എല്ലാവരെയും ചതിക്കുകയാണോ നീ. ഇങ്ങനെ ചതിക്കുന്നത് നുണ പറയുന്നത് എല്ലാം നിനക്ക് ഈസിയാണല്ലേ. ഒരു തവണ തെറ്റ് ചെയ്താൽ പിന്നീട് ഇതങ്ങ് ശീലമാകുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടു നീയൊന്നും ഒരിക്കലും മാറില്ലടാ. അപ്പൊ സുധീഷ് പറയണ സുഭാഷേട്ടൻ എന്നെ വഴക്ക് പറയുകയോ തല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ നിധിയോട് പോകണ്ടെന്ന് പറ സുഭാഷേട്ടാ. ഇതെല്ലാം ഞാൻ നിധിക്ക് വേണ്ടിയാ ചെയ്തത്. നിധി എന്നെ വിട്ടുപോയാ പിന്നെ എന്റെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല സുഭാഷേട്ടാ. സുഭാഷേട്ടൻ എന്നെ അറിയാലോ ഞാൻ നിധിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സുഭാഷേട്ടാ. എന്തെങ്കിലും ചെയ്ത് നിധി എന്നോട് സംസാരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ കള്ളം പറഞ്ഞതെല്ലാം നിധിക്ക് വേണ്ടി മാത്രമാണ് സുഭാഷേട്ടാ. നിധി എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രമാ ചെയ്തത്. നിധി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സുഭാഷേട്ടാ. നിധി പ്ലീസ് നിധി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ ഒറ്റ തവണ എന്നോടൊന്ന് ക്ഷമിക്കും നിധി. ഇനി ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല നിധി പ്ലീസ് നിധി. ഇത് കേട്ട് നിധിയും മറ്റെല്ലാവരും വളരെ വിഷമത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിധിയുടെ മുന്നിൽ കൈകൂപ്പുകയാണ് സുധീഷ്. കുറച്ചങ്ങോട്ടേക്ക് മാറി നിധി ആലോചിച്ച് നിൽക്കുമ്പോൾ എല്ലാവരും നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് നിധി പറയുന്നു സുഭാഷേട്ടാ ഇതാ ഞാൻ സുധീഷിന് കൊടുക്കുന്ന അവസാനത്തെ അവസരം. ഇനി എനിക്ക് സത്യമായിട്ടും പറ്റില്ല. ഇത് കേട്ട് എല്ലാവരും ആകാംക്ഷയോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ് സുധീഷുമായിട്ടൊരു ജീവിതം തുടങ്ങാമെന്ന് ആലോചിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും ഒരു കള്ളത്തരമോ ചതിയോ സുധീഷ് ചെയ്യും. ഇതാ ഞാൻ സുധീഷിന് കൊടുക്കുന്ന അവസാനത്തെ ചാൻസ്. ഇത് കേട്ട് സുധീഷ് സമാധാനത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് സുധീഷിന് വേണ്ടിയോ സുധീഷിന്റെ അഭിനയ മികവ് കൊണ്ടോ അല്ല. സുഭാഷേട്ടൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചത് കൊണ്ട് മാത്രമാ വരുന്നത്. സുധീഷിന് ഞാൻ 6 മാസത്തെ സമയം കൊടുക്കാം. അതുവരെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കും. ഇത് കേട്ട് എല്ലാവരും കണ്ണു നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ് 6 മാസത്തെ സമയം ഞാൻ തന്നത് ഒരു അഡ്വാൻറ്റേജ് ആയി എടുക്കരുത്. എന്നോട് വന്ന് സംസാരിക്കുന്നത് ചിരിച്ചു കാണിക്കുന്നത് ഒന്നും നടക്കാത്ത രീതിയിൽ ക്യാഷ്വലായിട്ട് നടക്കുന്നത് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാനും സുധീഷും തമ്മിൽ ഒരു ബന്ധമില്ല. എല്ലാത്തിനും ഓക്കെ ആണോന്ന് ചോദിച്ചിട്ട് പറ സുഭാഷേട്ടാ. അപ്പൊ സുധീഷ് പറയുകയാണ് നിധി പറയുന്നതെല്ലാം എനിക്ക് ഓക്കെയാ. നിധി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ മാത്രം മതി. ഇത് കേട്ട് സുധീഷിനെ എന്ന് നോക്കിയിട്ട് നിധി പറയുകയാണ് ഈ 6 മാസത്തില് ഇപ്പൊ നടത്തിയതുപോലെയുള്ള നാടകങ്ങളൊന്നും നടത്താൻ പാടില്ല. അപ്പൊ സുധീഷ് പറയണേ ഇല്ല നിധി സത്യമായിട്ടും ഞാൻ നാടകമൊന്നും കളിക്കില്ല. പ്രോമിസ്. നിധിക്ക് എന്നെ വിശ്വസിക്കാം. നിധി വളരെ ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് ടെൻഷനോടുകൂടി കുരുങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും സുധീഷിനെ ശ്രദ്ധിച്ചിട്ട് മുഖത്തോട് മുഖം നോക്കുന്നു. ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ആലോചിച്ച്
ആലോചിച്ച് നിൽക്കുകയാണ് നിധി. തുടർന്ന് അവരെല്ലാവരും കിളിക്കൂട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. ഭാസ്കറിന് ഇപ്പോൾ സ്വന്തമായി ഒരു ലോറിയുണ്ട്. ആ ലോറിയിലാണ് അവരെല്ലാവരും കിളിക്കൂട്ടിലേക്ക് പോകുന്നത്. ഭാസ്കരൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് നിധി. സുഭാഷും സുധീഷും നികേഷും ഹരീഷും എല്ലാം പിന്നിൽ നിൽക്കുന്നു. സുഭാഷ് ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടാ എന്തെങ്കിലും ഒന്ന് സംസാരിക്ക്. അപ്പൊ സുഭാഷ് പറയണ, മിണ്ടരുത്, ഇതുവരെ ചെയ്തതൊന്നും പോരാഞ്ഞിട്ടാണോ ആക്സിഡന്റ് പറ്റിയതായി അഭിനയിച്ചത്? അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ ഞാനല്ല, തോമസ് ഏട്ടനാ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നെ. ഇത് കേട്ട് ഹരീഷ് ചോദിക്കാണ്, തോമസ് ഏട്ടൻ പറഞ്ഞാൽ ഉടനെ സുധീഷ് ഏട്ടൻ അങ്ങ് കേൾക്കൂ? തോമസ് ഏട്ടന് അത്രേ ഉള്ളൂ സുധീഷ് ഏട്ടന്റെ ജീവിതം. സുധീഷ് ഏട്ടൻ അറിയാലോ ഏട്ടത്തിയുടെ സ്വഭാവം. നേരത്തെ ഒരു കള്ളം പറഞ്ഞിട്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. വീണ്ടും ഒരു കള്ളം പറഞ്ഞ് എല്ലാം നേരെയാക്കാമെന്ന് വിചാരിച്ചോ? സുധീഷ് ഏട്ടൻ ഒരു ബുദ്ധിയില്ലേ? അപ്പൊ നികേഷ് പറയുകയാണ്, ശരിക്കും സുധീഷ് ഏട്ടന് ആക്സിഡന്റ് പറ്റിയതാണെന്ന് കരുതി ഞാൻ കരഞ്ഞോണ്ടാ ഏട്ടത്തിയെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. സുധീഷ് ഏട്ടൻ ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നുവാ. ഏട്ടത്തി നമ്മളെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക? അപ്പൊ സുഭാഷ് പറയണ, ഇത്രയൊക്കെ ചോദിച്ചിട്ടും അവൻ എന്തെങ്കിലും മറുപടി പറയുന്നുണ്ടോന്ന് നോക്കിയേ. അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടൻ ചെയ്തു വെച്ചതൊക്കെ ഓർക്കുമ്പോൾ ഏട്ടത്തി തിരിച്ച് വീട്ടിലേക്ക് വരാതെ ഹോസ്റ്റലിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുവാ. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, എടാ നീ എന്താടേ പറയുന്നത്? നിന്റെ ഏട്ടത്തി വീട്ടിലേക്ക് തിരിച്ചു വരണ്ടേ? അപ്പൊ നികേഷ് പറയണ, വരണ്ട, ഇങ്ങനെ കള്ളം പറയുന്ന ഒരാളുടെ ഭാര്യയായി ഏട്ടത്തി വീട്ടിലേക്ക് വരണ്ട. ഇത് കേട്ട് സുധീഷ് എടാ നികേഷ് എന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയണ, കേട്ടില്ലേ ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്ന നികേഷിന് പോലും നിധി വീട്ടിലേക്ക് വരണ്ടെന്ന് തോന്നി തുടങ്ങി. അത്രയ്ക്ക് മോശമായിട്ടാ നീ പെരുമാറിയത്. അപ്പൊ സുധീഷ് പറയണ, നിധി പോയപ്പോൾ സുഭാഷ് ഏട്ടനും വിഷമമല്ലായിരുന്നോ? അതിപ്പോ ഒരു വീടല്ലെന്നല്ലേ പറഞ്ഞത്? അപ്പൊ സുഭാഷ് പറയണ, എനിക്കും നിധി തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു നാടകം നടത്തി നിധിയെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നില്ലായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ അതിലൊന്നും കാര്യമില്ല. നിധി വീണ്ടും വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചില്ലേ? അതിന് ഞാൻ തന്നെയല്ലേ കാരണം. അപ്പൊ ഹരീഷ് പറയണ, വീട്ടിലേക്ക് വരും, പക്ഷെ സുധീഷ് ഏട്ടനോട് സംസാരിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, അതൊക്കെ സംസാരിക്കും. അവൾ ഇതുവരെ വീട്ടിലേക്ക് വരില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പം വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞ വണ്ടിയിൽ ഇരിക്കുകയല്ലേ? ഇനി എന്താ വേണ്ടത്? ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് സുഭാഷ് പറയണ, ഇതൊക്കെ നന്നായിട്ടുണ്ടടാ. ഇതേ നോക്ക്, ഇനി ഇതുപോലെ കള്ളം പറയുന്നത്, ചതിക്കുന്നത് ഇതെല്ലാം പൂട്ടി കെട്ടി വെച്ചേക്ക്. ഇനി നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ തന്നെ നിധിയെ കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കും, പറഞ്ഞേക്കാം. മറുപടി പറയടാ. ഇത് കേട്ട് സുധീഷ് പറയണ, ശരി സുഭാഷ് ഏട്ടാ, ഇനി ഞാൻ ആരെയും ചതിക്കുകയില്ല, കള്ളം പറയില്ല, നാടകവും കളിക്കാൻ പോകുന്നില്ല, മതിയായോ? ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്താ മതി. തുടർന്ന് ഡ്രൈവ് ചെയ്യുന്ന ഭാസ്കരൻ നിധിയോട് പറയുന്നു, മോളെ നിധി, സുധീഷിനെ ഞാൻ നന്നായി വളർത്തിയില്ല. അമ്മ ഇല്ലാതെ വളർന്നതുകൊണ്ടായിരിക്കും അവൻ തറുതലയായത്. പക്ഷെ അവന് നിന്നെ ഒരുപാട് ഇഷ്ടം. പക്ഷെ നിന്നെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അവൻ അറിയില്ല. കയ്യിലൊരു സ്വർണ്ണക്കട്ടി കിട്ടിയപ്പോൾ അത് സംരക്ഷിക്കാൻ അറിയാത്തവനായി പോയി അവൻ. പക്ഷെ വീണ്ടും മോള് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞില്ലേ? നീ എങ്ങനെയെങ്കിലും അവനെ മാറ്റിയെടുക്കുമെന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. ഇത് കേട്ട് നിധി ചോദിക്കാണ്, നിങ്ങൾ തറുതലയായിട്ട് ഒരു മകനെ വളർത്തും, അവനെ മാറ്റിയെടുത്ത് തിരുത്തി ഒരു നല്ല മനുഷ്യനാക്കാനാണോ എന്റെ അച്ഛനും അമ്മയും എനിക്ക് ജന്മം തന്നത്? എന്താ നിങ്ങളുടെ മകന് ഈ അറിവൊന്നും താനെ വരില്ലേ? ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്ന് അവനെ മാറ്റിയെടുത്തോളും, അതുവരെ അവൻ തറുതലയായിട്ട് ജീവിച്ചോട്ടെന്ന് കരുതിയോ? ഇതെല്ലാം കേട്ട് ഞെട്ടി ഭാസ്കരൻ നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കുകയാണ്, മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? ദയവ് ചെയ്ത് ഒരു പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അവൾ അവനെ മാറ്റിയെടുത്തോളൂ എന്ന് വിചാരിക്കരുത്. ആ പെണ്ണിന്റെ ഒരു ജീവിതമില്ലേ, ലക്ഷ്യങ്ങളില്ലേ? നിങ്ങളുടെ മകനെ തിരുത്തി നേർവഴി കാണിച്ചു കൊടുക്കുന്നതാണോ എന്റെ ജോലി? അതിപ്പം എന്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നിധി ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ടെൻഷനോടുകൂടി ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ്, നല്ല ചൂടാണല്ലോ ഭാസ്കര, വടി കൊടുത്ത് അടി മേടിക്കണ്ട, മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാ മതി. തുടർന്ന് രാവിലെ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി എത്തുകയാണ്. വാ മോളേന്ന് സുഭാഷ് പറയുമ്പോൾ ബാഗും എടുത്ത് ദേഷ്യത്തോടു കൂടി റൂമിനകത്തേക്ക് കയറി വാതിലടക്കുകയാണ് നിധി. സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ നിധി നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുക. ഇനി നീ കള്ളം പറയുകയും ചതിക്കുകയും ഒന്നും ചെയ്യരുത്. നീ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് തന്നെ വലിയ കാര്യമാണ്. അത് ദയവ് ചെയ്ത് ഇല്ലാതാക്കരുത്. അപ്പൊ ഹരീഷ് പറയണ, എപ്പോഴും ഓവർ ആക്ട് ചെയ്ത് എല്ലാം നശിപ്പിക്കില്ലേ? അങ്ങനെയൊന്നും ചെയ്യല്ലേ സുധീഷ് ഏട്ടാ, പറഞ്ഞതെല്ലാം ഓർമ്മയിൽ വെച്ചോ, മര്യാദയ്ക്ക് ജീവിച്ചോണം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ശരി ശരി, ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞോട്ടെ, നിധിക്ക് ഒരിക്കലും എന്നെ വിട്ടു പോകാൻ പറ്റില്ല. കണ്ടില്ലേ ഓടി വന്നത്? ഇത് കേട്ട് എല്ലാവരും ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ഒന്ന് പതറി കുനിങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഹരീഷ് പറയണം, ഇത് ചെയ്യരുതെന്നാ ഞാൻ പറഞ്ഞത്. അടുത്ത നിമിഷം തന്നെ പറഞ്ഞത് കേട്ടില്ലേ? തുടർന്ന് നിധി ഹാളിലേക്ക് വരുമ്പോൾ അകത്തേക്ക് കയറി വന്ന ഭാസ്കരൻ നിധിയെ കണ്ട് അകത്തേക്ക് പോണോ പുറത്തേക്ക് പോണോ എന്നറിയാതെ നിൽക്കുകയാണ്. സുഭാഷ് നിധിക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നു. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്? അപ്പൊ നികേഷ് ചോദിക്കണ, ഞാൻ ഏട്ടത്തിന്ന് തന്നെ വിളിച്ചോട്ടെ? അപ്പൊ നിധി പറയണ, എപ്പോഴും അങ്ങനെയല്ലേ വിളിക്കുന്നത്? ഇത് കേട്ട് നികേഷ് പറയണ, എപ്പോഴും അങ്ങനെയാ വിളിക്കുന്നത്, പക്ഷെ ഇനി അങ്ങനെ വിളിക്കാമോന്ന് അറിയില്ലല്ലോ. അപ്പൊ നിധി പറയണ, പെട്ടെന്ന് നിനക്ക് മാറാനൊന്നും പറ്റില്ല എന്നറിയാം. നിന്റെ ചേട്ടന് ഞാനിപ്പം ഭാര്യ
കാര്യമല്ല. പക്ഷെ നീ എന്നെ ഏട്ടത്തിന്ന് വിളിച്ച് ശീലിച്ചു പോയി. നിധിന്ന് വിളിക്കുന്നതിന് പകരം ഏട്ടത്തിന്ന് വിളിക്കുന്നു. ആ ഏട്ടത്തിക്ക് പിന്നിൽ സുധീഷിന്റെ വൈഫ് എന്നുള്ള അർത്ഥം ഇതാ. നീ അങ്ങനെ തന്നെ വിളിച്ചോ. ശരിയെന്ന് നികേഷ് പറയുമ്പോൾ നിധി അകത്തേക്ക് പോവുകയാണ്. സമാധാനമായി എന്ന് പറഞ്ഞ് ഭാസ്കരൻ അടുക്കളയിലേക്ക് പോകുന്നു. നിധി വീണ്ടും സുധീഷിന്റെ അരികിലേക്ക് വന്നിട്ട് ഇതാന്ന് പറഞ്ഞ് താലി നീട്ടുകയാണ്. സുധീഷ് അത് വാങ്ങുമ്പോൾ നിധി പറയുകയാണ്, ഇടയ്ക്ക് ഞാൻ ഈ താലി കഴുത്തിൽ അണിഞ്ഞായിരുന്നു, വീണ്ടും അത് ഊരി വെച്ചു, ഇനി ഇത് സുധീഷ് തന്നെ വെച്ചോ. സുധീഷ് വളരെ വിഷമത്തോടു കൂടി ആ താലിയും പിടിച്ചു നിൽക്കുമ്പോൾ നിധി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. സുധീഷ് ആ താലി ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്തിനാ സുധീഷിട്ടാ അത് അവിടെ വെച്ചത്? അയാൾ കണ്ടാൽ അത് കൊണ്ടുപോയി വിറ്റ് കള്ളു കുടിക്കും, അകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും. അതും ശരിയാണല്ലോ എന്ന് പറഞ്ഞ് താലിയും എടുത്ത് റൂമിലേക്ക് പോവുകയാണ് സുധീഷ്. താലിയും പിടിച്ച് കണ്ണു നിറഞ്ഞ് സുധീഷ് നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, നിധി വീണ്ടും താലി തിരിച്ചു തന്നു എന്ന് കരുതി വിഷമിക്കണ്ട. അപ്പൊ സുധീഷ് പറയുകയാണ്, അവള് ഡിവോഴ്സേ വാങ്ങി, പിന്നെന്താ താലി? അത് തിരിച്ചു തന്നാലെന്താ, തന്നില്ലെങ്കിൽ എന്താ? സാരമല്ല സുഭാഷേട്ടാ, അവള് താലി തിരിച്ചു തന്നു എന്ന് കരുതി എല്ലാം അവസാനിച്ചെന്നാണോ? എനിക്ക് വിശ്വാസമുണ്ട് സുഭാഷേട്ടാ, ഉറപ്പായിട്ടും അവൾ എന്നെ മനസ്സിലാക്കും. ഇത്രയൊക്കെ നടന്നിട്ടും നിധി എന്റെ കൂടെ തന്നെ ഇല്ലേ? നിധി എന്നെ സ്നേഹിക്കും, എനിക്ക് ആ വിശ്വാസമുണ്ട്. ഇത് കേട്ട് സുധീഷിന്റെ തോളിലൊന്ന് തട്ടി സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ ആ താലിയും പിടിച്ച് ആലോചിച്ചിരിക്കുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്